ചൂടിനൊപ്പം പാമ്പുകളെയും പേടിച്ച് കേരളം. ഇന്ന് മാത്രം 12-ലധികം പേരെയാണ് പാമ്പ് കടിച്ചത്. കോട്ടയത്തും കോഴിക്കോടും 3 പേർക്ക് പാമ്പ് കടിയേറ്റു. 9-ലധികം പേർക്ക് പാമ്പ് കടിയേറ്റതായും സംശയിക്കുന്നുണ്ട്. ഗോകുൽനാഥുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, സംസ്ഥാനത്ത് അസാധാരണ സാഹചര്യമാണ്. ചൂടിനൊപ്പം പാമ്പുകളെയും പേടിക്കേണ്ട സാഹചര്യം. 12-ലധികം പേർക്ക് പാമ്പ് കടിയേറ്റു എന്ന് പറയുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? അതീവ ജാഗ്രതയിലൂടെ കടന്നു പോകേണ്ട ഒരു സമയം കൂടിയാണെന്നുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് പാമ്പ് കടിയും അതേപോലെ തന്നെ പാമ്പിനെ പിടിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുടർക്കഥ പോലെ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. പലർക്കും പാമ്പ് കടി കേൾക്കുന്നു, പാമ്പ് കടി ഏറ്റുള്ള മരണങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇപ്പോൾ ഈ വിദഗ്ധർ പറയുന്നത് ഈ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് സാധാരണഗതിയിൽ പാമ്പ് കടി ഏൽക്കുന്ന ഒരു സാഹചര്യവും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പാമ്പ് കടി ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ടുകൾ ഉയരുന്നതെന്നുള്ളതാണ്. ഇന്ന് മാത്രം പാമ്പ് കടി ഏറ്റത് 12ഓളം പേർക്കാണ്. ഈ വിവരങ്ങൾ വരുന്നത് ഈ ആംബുലൻസ് ഗ്രൂപ്പിൽ നിന്നാണെന്നുള്ളതാണ്. 108 ആംബുലൻസിന്റെ ഈ വാർത്താക്കുറിപ്പിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായി ഉള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ 12ഓളം പേർക്കാണ് ഇന്ന് മാത്രം പാമ്പ് കടി ഏറ്റതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല 9ഓളം പേർ പാമ്പ് കടി ഏറ്റു എന്ന സംശയത്തെ തുടർന്ന് ചികിത്സ തേടുകയും ചെയ്തു എന്നുള്ളതാണ്. 2024 കാലഘട്ടത്തിലാണ് ഈ അതീവ ഗുരുതരമായി സംസ്ഥാനത്ത് പാമ്പ് കടി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അന്ന് ഒക്ടോബർ മാസത്തിൽ 26ഓളം പേർക്കാണ് പാമ്പ് കടി സ്ഥിരീകരിക്കുകയും ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിൽ തുടരുന്ന ഒരു സാഹചര്യമുള്ള സമയത്ത് ഇപ്പോൾ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ കണക്കുകൾ മാറുന്നു. ഇന്ന് ഒരു ദിവസം തന്നെ മാത്രം ഇത്രത്തോളം പാമ്പ് കടി ഏൽക്കുന്ന ഒരു സാഹചര്യം കൂടി തുടരുന്നു എന്നുള്ളതാണ്. കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ അതീവ ജാഗ്രത സംസ്ഥാനം പോകേണ്ട ഒരു ഘട്ടം കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് പാമ്പുകളെ പിടികൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായെന്നുള്ളതാണ്. പുളിമാത്ത് ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് അണലിയെയും അതേപോലെ തന്നെ മൂർഖനെയും അടക്കം പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതായത് ഇന്ന് രാത്രി 7:30 ഈ അടുത്ത സമയത്ത് കൂടിയാണ് ഇപ്പോൾ പാമ്പുകളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നുള്ളതാണ്. തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർമാർ എത്തിയാണ് പാമ്പിനെ സുരക്ഷിതമായി ഈ പ്രദേശത്ത് നിന്ന് മാറ്റുകയും ചെയ്തത്. എന്തായാലും ഈ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലായിരിക്കണം. ഓരോ വീടുകളും അത്രത്തോളം തന്നെ ജാഗ്രത പുലർത്തണമെന്നും ഒരു നിർദ്ദേശം കൂടി സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാമ്പ് കടി അത്രത്തോളം ഭീകരമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുകയും കൂടുതൽ ജാഗ്രത മുൻപോട്ട് വേണം എന്നുള്ളതാണ്. 108 ആംബുലൻസിലടക്കം ഇതിനായുള്ള സജ്ജീകരണങ്ങൾ, ആന്റിവനം അടക്കമുള്ള സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ശരി, വീടിനകത്തും പുറത്തും ബൈക്കിലും തലയണയ്ക്കടിയിലും അടക്കം പാമ്പ് വരുന്ന സാഹചര്യമാണ്. ചൂട് കൂടുന്നതിനൊപ്പമാണ് ഈ പാമ്പ് കടിയേറ്റുള്ള കേസുകളും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ജാഗ്രത പാലിക്കണം. ഗോകുൽനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.